ഗുഡ് ഈവനിങ് ടു ഓൾ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെം കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ക്ലാസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബൈ ബാക്ക് ഓഫ് ഷെയർസ് ആയിരുന്നു. അപ്പോൾ എന്താണ് ബൈ ബാക്ക് ഓഫ് ഷെയർസെന്നും അതിൻ്റെ ഒബ്ജക്റ്റീവ്സും അതുപോലെ തന്നെ അഡ്വാൻറ്റേജസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിൻ്റെ ജേണൽ എൻട്രീസ് ആണ്. ഈ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ഐ തിങ്ക് ഈ ഒരു സബ്ജക്ട്സിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ഒരു ചാപ്റ്റർ ഇതാണെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട് കേട്ടോ. കാരണം ഇതിലങ്ങനെ വലിയ വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും വരത്തില്ല. ഇനി വന്നാലും ആ ജേണൽ എൻട്രീസും അതെങ്ങനെയാണ് വരുന്നതെന്നൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഇതിൽ. പിന്നെ ഈ ഒരു ജേണൽ എൻട്രീസും വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് സെയിൽ, ആ ഒരു ഫിക്സഡ് അസറ്റോ അങ്ങനെ വേറെ ഏതോ ഒരു പ്രോബ്ലം കൂടെ വരുന്നുണ്ട്. അതും ഈ ഒരു ബൈബാക്കിൻ്റെ ബാക്കി തന്നെയാണ്. ഓക്കെ, അതാണ് ഈ ബൈ ബാക്ക് ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. എനിവേ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക കേട്ടോ. കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ആണ്, വളരെ ടഫായിട്ടുള്ളൊരു സബ്ജക്ട്സ് ആണ്. സോ ഫ്രണ്ട്സിനൊക്കെ ഓഫ് കോഴ്സ് ടഫായിരിക്കും. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ മോർ ഈസി ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എനിവേ നമ്മൾ നോക്കുന്നത് പറഞ്ഞു ബൈ ബാക്ക് ഓഫ് ഷെയർസിൻ്റെ ജേണൽ എൻട്രീസ് ആണ്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ജേണൽ എൻട്രീസിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട് ആ ഒരു ജേണൽ എൻട്രീസ് നമുക്കൊരു കഥ പോലെ ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് ജേണൽ എൻട്രീസ് ഡിസ്കസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഈസി ആയിട്ട് തോന്നും. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഈ ബൈ ബാക്ക് ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞാൽ എന്താ? ഷെയർസ് തിരികെ വാങ്ങിക്കുക. അതായത് എനിക്കൊരു കമ്പനി ഉണ്ട്, കമ്പനിയുടെ ഷെയർസ് ഞാൻ പബ്ലിക്കിന് എന്ത് ചെയ്തിട്ടുണ്ട്? ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഷെയർസ് ഞാൻ ആ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് തിരികെ വാങ്ങിച്ചിട്ട് അത് ക്യാൻസൽ ചെയ്യുക. അതിനെയാണ് എന്താ പറയുന്നത്? ബൈ ബാക്ക് ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഷെയർസ് ഞാൻ വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യണം? ക്യാൻസൽ ചെയ്യണം. അല്ലാണ്ട് അത് പിന്നീട് വേറെയുള്ളവർക്ക് സെയിൽ ചെയ്യാൻ പാടില്ല. അത് ക്യാൻസൽ ചെയ്യും സ്പോട്ടിൽ തന്നെ. അപ്പോൾ ആ ഒരു ഇതിനെയാണ് ബൈ ബാക്ക് ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ബൈ ബാക്ക് ഓഫ് ഷെയർസ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ ഇങ്ങനെ തിരികെ വാങ്ങിക്കുമ്പോൾ ഓഫ് കോഴ്സ് ആദ്യം നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും. അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഒരു ഷെയറിന് 10 രൂപ, 100 രൂപ, 200 രൂപ എന്നൊക്കെ. നമ്മൾ പ്രീവിയസ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഒരു ഷെയറിൻ്റെ വില എന്ന് പറയുന്നത് 100 രൂപയാണ്, അത് പ്രീമിയത്തിലാണ് കൊടുത്തിട്ടുള്ളതെന്നൊക്കെ. ഓക്കെ, അപ്പോൾ ഞാൻ അവരുടെ കയ്യിൽ നിന്ന് എന്ത് വാങ്ങിച്ചിട്ടുണ്ടാകും? ക്യാഷ് വാങ്ങിച്ചിട്ടുണ്ടാകും. അപ്പോൾ ആ ക്യാഷ് ഞാൻ അവർക്ക് തിരികെ കൊടുത്തിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? ബൈ ബാക്ക് ആ ഷെയറുകൾ തിരികെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, മനസ്സിലായോ? അതായത് ഞാൻ ബൈ ബാക്ക് ചെയ്യുമ്പോൾ ഞാൻ അവർക്ക് എന്ത് കൊടുക്കണം? ക്യാഷ് കൊടുക്കണം. അപ്പോൾ അവിടെ എന്താവശ്യമാണ്? ക്യാഷ് ആവശ്യമാണ് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. പബ്ലിക്കിനായിരിക്കും ഞാൻ എന്ത് ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ആ ഷെയർസ് തിരികെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എന്താവശ്യമാണ്? പൈസ ആവശ്യമാണ്. അപ്പോൾ ആ പൈസ നമ്മൾ കണ്ടുപിടിക്കണം. പൈസ കണ്ടുപിടിക്കാൻ 2 മെത്തേഡാണുള്ളത്. ഓക്കെ, അങ്ങനെ പൈസ കണ്ടുപിടിക്കുന്നതിൻ്റെ എത്ര മെത്തേഡുള്ളത്? 2 മെത്തേഡാണുള്ളത്. ഫസ്റ്റത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ്. അതായത് ഷെയർസ് ഇഷ്യൂ ചെയ്യുക, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ക്യാഷ് കണ്ടുപിടിക്കുക. അതായത് ഇക്വിറ്റി ഷെയർസാണ് ബൈ ബാക്ക് ചെയ്യാനുള്ളത് എന്നുണ്ടെങ്കിൽ പ്രിഫറൻസ് ഷെയർസ് എന്ത് ചെയ്യണം? ഇഷ്യൂ ചെയ്യണം. എന്നിട്ട് നമ്മൾ ക്യാഷ് കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇക്വിറ്റി ഷെയർസ് ബൈ ബാക്ക് ചെയ്യാം. ഓക്കെ, അതെല്ലാം ഇനി പ്രിഫറൻസ് ഷെയർസാണ് ബൈ ബാക്ക് ചെയ്യാനുള്ളതെന്നുണ്ടെങ്കിൽ ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ട് ക്യാഷ് കണ്ടുപിടിക്കുക, എന്നിട്ട് ആ ക്യാഷ് എടുത്ത് നമുക്ക് ആർക്ക് കൊടുക്കാം? പ്രിഫറൻസ് ഷെയർസ് ബൈ ബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ, അതായത് ഇവിടെ അതിപ്പോൾ ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ സെയിം ഷെയർസ് എന്ത് ചെയ്യരുത്? ഇഷ്യൂ ചെയ്യരുത്. അതായത് ഇക്വിറ്റി ഷെയർസാണ് ബൈ ബാക്ക് ചെയ്യാനുള്ളത് എന്നുണ്ടെങ്കിൽ ഇക്വിറ്റി ഷെയർ തന്നെ ഇഷ്യൂ ചെയ്യരുത്. അപ്പോൾ നമ്മളവിടെ എന്ത് ഇഷ്യൂ ചെയ്യണം? പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യണം. അതെല്ലാം പ്രിഫറൻസ് ഷെയർസാണ് ബൈ ബാക്ക് ചെയ്യാനുള്ളതെന്നുണ്ടെങ്കിൽ ഇക്വിറ്റി ഷെയർസ് എന്ത് ചെയ്യണം? ഇഷ്യൂ ചെയ്യണം. അങ്ങനെ രണ്ടും രണ്ടെണ്ണമായിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ക്യാഷ് കണ്ടുപിടിക്കണം. ക്യാഷ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റത്തെ മെത്തേഡ് എന്ന് പറയുന്നത് എന്താ? ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ്. പുതിയ ഷെയർസ് എന്ത് ചെയ്യുക? ഇഷ്യൂ ചെയ്യുക. അപ്പോൾ അവർ നമുക്ക് എന്ത് തരും? ക്യാഷ് തരും, ഞാൻ അവർക്ക് ഷെയർ കൊടുക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് പൈസ കിട്ടി. ഇനി രണ്ടാമത്തേത് എന്ന് പറഞ്ഞാൽ ഫ്രീ റിസർവ് എന്ന് എടുക്കുക. ഫ്രീ റിസർവ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ഫണ്ടിൽ നിന്ന് എടുക്കുക. ജനറൽ റിസർവ്, ഫ്രീ റിസർവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഫണ്ടുകൾ ഉണ്ടായിരിക്കും. ആ ഫണ്ടിൽ നിന്ന് നമുക്ക് എന്തെടുക്കാം? ക്യാഷ് എടുക്കാം. അങ്ങനെ 2 മെത്തേഡ് ആണ് എന്തിന്? നമുക്ക് ബൈ ബാക്ക് ഓഫ് ഷെയർസിന് ക്യാഷ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് 3 തരത്തിൽ ചോദിക്കാം. 3 തരത്തിലാണ്. അതായത് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അവിടെ ഷെയർസ് മാത്രം എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുള്ളൂ? ഇഷ്യൂ ചെയ്യുന്നുണ്ടായിരിക്കുള്ളൂ. ഓക്കെ, ഈ ഷെയർസ് മാത്രം. രണ്ടാമത്തെ കേസിൽ
ഫ്രീ റിസർവ് അതായത് കമ്പനിയുടെ ഫണ്ട് മാത്രം യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബൈബാക്ക് ചെയ്യാം. ആദ്യം ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ട് മാത്രം ക്യാഷ് കണ്ടുപിടിക്കുക. രണ്ടാമത് ഫ്രീ റിസർവ് അതായത് കമ്പനിയുടെ ഫണ്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബൈബാക്ക് ചെയ്യാം. അങ്ങനെ രണ്ടാമത്തെ. ഇനി മൂന്നാമത്തേതെന്ന് പറയുമ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു കോമ്പിനേഷൻ, അതായത് അവിടെ ഷെയർസും ഇഷ്യൂ ചെയ്യുന്നുണ്ടായിരിക്കും, ഫ്രീ റിസർവ് കമ്പനിയുടെ ഫണ്ടിൽ നിന്ന് ക്യാഷ് എടുക്കുന്നുണ്ടായിരിക്കും. അതാണ് മൂന്നെണ്ണം വരുന്നത്. ഈ മൂന്നെണ്ണമാണ് ഇതിലുള്ളത്. വേറെ ഒന്നും നമുക്ക് അഡീഷണലായിട്ട് പഠിക്കാനില്ല. ആ ജേർണൽ എൻട്രീസ് നമ്മളൊരു സ്റ്റോറി പോലെ പഠിച്ച് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു സ്റ്റോറിയിലോട്ട് കിടക്കാം. ഓക്കെ, അതായത് ആദ്യം ഞാൻ പറഞ്ഞു എന്ത്, നമുക്ക് ക്യാഷ് ആവശ്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ പൈസ ആവശ്യമാണ്. അപ്പോൾ നമ്മൾ പൈസ കണ്ടുപിടിക്കണം. പൈസ കണ്ടുപിടിക്കുന്നത് നമുക്ക് വിചാരിക്കുക എന്ത്, ഇക്വിറ്റി ഷെയർസാണ് ബൈബാക്ക് ചെയ്യാനുള്ളത്. അതായത് ഇക്വിറ്റി ഷെയർസ് ഞാൻ ആളുകളുടെ കയ്യിൽ നിന്നും പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്നും തിരികെ വാങ്ങിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഒന്നുകിൽ പ്രിഫറൻസ് ഷെയർസ് എന്ത് ചെയ്യണം, ഇഷ്യൂ ചെയ്യണം, അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യണം. അതും അല്ലാന്നുണ്ടെങ്കിൽ ഫ്രീ റിസർവ് ഫണ്ട് എടുക്കണം. ഫ്രീ റിസർവത്തെ ഫണ്ട് അവിടെ നിൽക്കട്ടെ, നമുക്ക് പ്രിഫറൻസ് ഷെയർസും ഡിബഞ്ചേഴ്സും എന്ത് ചെയ്യാം, ഇഷ്യൂ ചെയ്യാം. ഓക്കെ, പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ പാറിലും പ്രീമിയത്തിലും മാത്രമേ പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ. അപ്പം നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലൊക്കെ നമ്മൾ പ്രീവിയസ്ലി പറഞ്ഞിട്ടുള്ളതാണ്. ഞാനല്ല, വേറെ ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഓക്കെ, പിന്നെ ഡിബഞ്ചേഴ്സ് ആകുമ്പോൾ പാറിലും പ്രീമിയത്തിലും ഡിസ്കൗണ്ടിലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, അത് ഇഷ്യൂ ചെയ്യാൻ കഴിയും. ഓക്കെ, അങ്ങനെ പ്രിഫറൻസ് ഷെയർസ് അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് അല്ലെങ്കിൽ ഫ്രീ റിസർവ്. ഓക്കെ, നമുക്ക് ഫണ്ട് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, അത് നമുക്ക് എന്ത് ചെയ്തു, ക്യാഷ് കിട്ടി, ബൈബാക്ക് ചെയ്യുന്നതിനുള്ള ക്യാഷ് കിട്ടി. ഇനി നമ്മൾ നെക്സ്റ്റ് പ്രൊസീജിയർ എന്താണെന്ന് വെച്ചാൽ ബൈബാക്കിന് വേണ്ടിയിട്ട് എന്ത് കണ്ടുപിടിക്കണം, ഒരു സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, നമ്മളൊരു സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് അതിലോട്ട് എത്ര രൂപയ്ക്കാണോ നമ്മൾ ബൈബാക്ക് ചെയ്യുന്നത്, ബൈബാക്ക് മേ ബി നടക്കുന്നത് പാറിലായിരിക്കാം, അല്ലെങ്കിൽ പ്രീമിയത്തിലായിരിക്കാം, അതും അല്ലെങ്കിൽ ഡിസ്കൗണ്ടിലായിരിക്കാം. അപ്പോൾ ഏതിലാണോ, പാറിലോ പ്രീമിയത്തിലോ ഡിസ്കൗണ്ടിലോ, പാറ് തന്നെ ആയിരിക്കും, അതായത് ഒറിജിനൽ വാല്യൂ തന്നെയല്ല. പ്രീമിയത്തിലാണെങ്കിൽ പ്രീമിയം എമൗണ്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എമൗണ്ടിനാണ് അവിടെ ഇന്ന് നടത്തേണ്ടത്, ഒരു ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്തു, ഒരു ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം പിന്നെ നമ്മൾ അവർക്ക് എന്ത് കൊടുക്കുകയാണ്, എമൗണ്ട് പേ ചെയ്യുകയാണ്. ആർക്ക്, ആ ഹോൾഡേഴ്സിന്, ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ എമൗണ്ട് പേ ചെയ്യുകയാണ്. അങ്ങനെ അതും നമ്മൾ ചെയ്തു. പിന്നെ അത് ക്യാൻസൽ ചെയ്യാണ്. ക്യാൻസൽ ചെയ്യുമ്പോൾ പാറിലായിരിക്കാം, പ്രീമിയത്തിലായിരിക്കാം, ഡിസ്കൗണ്ടിലായിരിക്കാം. അതിന് വേറൊരു ജേർണൽ എൻട്രി. ഓക്കെ, അതിനൊക്കെ ജേർണൽ എൻട്രി വരുന്നുണ്ട് കേട്ടോ, ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറയുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അത് ക്യാൻസൽ ചെയ്യുന്നത് പാറിലാണ്, പ്രീമിയത്തിലാണ്, അതല്ലാന്നുണ്ടെങ്കിൽ ഡിസ്കൗണ്ടിലാണ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു, അതും ചെയ്തു. അതിനുശേഷം പിന്നെ പ്രീമിയത്തിലാണെങ്കിൽ ആ പ്രീമിയം എമൗണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ഡെബിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, അതിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. പിന്നെ എന്തെങ്കിലും എക്സ്പെൻസ് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ബാങ്കിൽ നിന്ന് ക്യാഷ് പോകും. പിന്നെ ബൈബാക്ക് എക്സ്പെൻസിന് നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. ഇതിൻ്റെ ഇടയിൽ വരുന്ന ഒന്നാണ് എന്ത് പറയുന്നത്, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. അതായത് ഒരു എത്ര എമൗണ്ട് ആണോ നമ്മൾ ഇഷ്യൂ ചെയ്യാണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ 2 മെത്തേഡാണ് ഇതിൽ മെയിനായിട്ടുള്ളത്. ഒന്ന് ഫ്രഷ് ഇഷ്യൂ ഷെയർസ് അല്ലെങ്കിൽ ഫ്രീ റിസർവ്. ഫ്രീ റിസർവിൽ നിന്ന് ക്യാഷ് എടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു നോമിനൽ വാല്യൂ ഉണ്ടല്ലോ, അതായത് മേ ബി 1,00,000 രൂപയായിരിക്കും നമ്മൾ ഫ്രീ റിസർവിൽ നിന്ന് എടുക്കുന്നുണ്ടായിരിക്കും. ഫ്രീ റിസർവ് എന്ന് പറയുമ്പോൾ ജനറൽ റിസർവ് അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് റിസർവുകളൊക്കെ ഉണ്ട്. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് എത്ര രൂപയാണോ എടുക്കുന്നത്, നോമിനൽ വാല്യൂ, പ്രീമിയം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതല്ല, ആ ഒരു നോമിനൽ വാല്യൂ എമൗണ്ട് നമ്മൾ CRR അക്കൗണ്ട്, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം, ട്രാൻസ്ഫർ ചെയ്യണം. നോമിനൽ വാല്യൂ, അതായത് മേ ബി 1,00,000 രൂപയായിരിക്കും നമുക്ക് എന്ത് ആവശ്യം ഉണ്ടായിരിക്കുക, 1,50,000 രൂപയ്ക്കായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ബൈബാക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, 1,50,000 രൂപയ്ക്ക് 1,00,000 അതിൻ്റെ നോമിനൽ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 1,00,000 രൂപ ആയിരിക്കണം നമ്മൾ CRR അക്കൗണ്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡെബിറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഡെബിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, CRR അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് 1,00,000 രൂപയായിരിക്കണം. അതല്ല ഇനി ഡിസ്കൗണ്ടിലാണെങ്കിൽ മേ ബി 1,00,000 ആണ് എന്ത് നോമിനൽ വാല്യൂ വരുന്നത്, നമ്മൾ അതിൽ ഡിസ്കൗണ്ടിലാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 80,000 രൂപയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ബാക്കി 20,000 ഉണ്ട്. പക്ഷേ ഇന്ന് കരുതി 80,000 നമ്മൾ എന്ത് ചെയ്ത് CRR അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യരുത്. എത്രയാണോ എടുക്കുന്നത് നോമിനൽ വാല്യൂ 1,00,000 റുപ്പീസ് മാത്രം CRR അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യുക, ട്രാൻസ്ഫർ ചെയ്ത്. അതിൻ്റെ ഇടയിൽ വരുന്നതാണ്. ഞാൻ ജനറൽ എൻട്രീസ് ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അത്രയേ ഉള്ളൂ ഈ ഒരു ഇതെന്ന് പറയുന്നത്. മനസ്സിലായോ? ഇതാണ് ആ ഒരു എക്സാക്റ്റ് ജേർണൽ എൻട്രീസിൻ്റെ ആ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. നമുക്ക് ജേർണൽ എൻട്രീസ് എങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. ഓക്കെ,
ഫസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാഷ് കണ്ടുപിടിക്കണം. ക്യാഷ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒന്നുകൂടെ പറയാം. ഓക്കെ, ഇക്വിറ്റി ഷെയർസ് ആണ് ബൈബാക്ക് ചെയ്യുന്നത്. ഇക്വിറ്റി ഷെയർസ് ബൈബാക്ക് ചെയ്യുമ്പോൾ പ്രിഫറൻസ് ഷെയർസ് അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, ഇഷ്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, പ്രിഫറൻസ് ഷെയർസ് അവിടെ ഇഷ്യൂ ചെയ്യാണ്. പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് ഒന്നൊക്കെ പാറിൽ അല്ലെങ്കിൽ പ്രീമിയത്തിൽ, ഡിസ്കൗണ്ടിൽ എന്ത് ചെയ്യാൻ പാടില്ല, ഇഷ്യൂ ചെയ്യാൻ പാടില്ല. ഓക്കെ, ഫസ്റ്റത്തത് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രിഫറൻസ് ഷെയർസ് ആപ്ലിക്കേഷൻ അലോട്ട്മെൻറ്റ്, പ്രിഫറൻസ് ഷെയർസ് ആപ്ലിക്കേഷൻ അലോട്ട്മെൻറ്റ്, പ്രിഫറൻസ് ഷെയർസ് ക്യാപിറ്റൽ, ഇതൊന്നും എഴുതേണ്ട. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രിഫറൻസ് ഷെയർസ് ക്യാപിറ്റലിന് എഴുതിയാൽ മതി. ഓക്കെ, അല്ലാണ്ട് രണ്ട് ജേണൽ എന്തൊന്നും എഴുതേണ്ട ഒരാവശ്യമില്ല. അതാണ് പാർ. ഇനി പ്രീമിയത്തിലാണെങ്കിലോ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ പ്രിഫറൻസ് ഷെയർസ് ആപ്ലിക്കേഷൻ്റെ അലോട്ട്മെൻറ്റ് അക്കൗണ്ട്, പ്രിഫറൻസ് ഷെയർസ് അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രിഫറൻസ് ഷെയർസ് ക്യാപിറ്റൽ ടു സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട്. ഇവിടെ എക്സാക്റ്റ് എമൗണ്ട് വരും, ഇവിടെ അത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഓക്കെ, നിങ്ങൾക്ക് ഇത് മേ ബി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും, ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ. നെക്സ്റ്റ് ഞാൻ പറഞ്ഞു പ്രിഫറൻസ് ഷെയർസ് പാറിലും പ്രീമിയത്തിലും മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഇഷ്യൂ ചെയ്യത്തുള്ളൂ. പക്ഷേ ഡിബഞ്ചേഴ്സ് ഡിസ്കൗണ്ടിലും ഇഷ്യൂ ചെയ്യാം. വെൻ ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് അറ്റ് പാർ, ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. ഓക്കെ, when debentures issued at discount, bank account debtor discount on issue of debentures account to debentures account. Bank account debtor discount on issue of debentures account debtor to debenture account. Okay, പിന്നെ when debentures are issued at premium, bank account debtor to debentures account to securities premium reserve account. ഇതെങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലാക്കുക. അതായത് പാറിലാണെന്നുണ്ടെങ്കിൽ നോമിനൽ വാല്യൂ തന്നെ. ഓക്കെ, ഇനി ഡിസ്കൗണ്ടിലാണെങ്കിലോ എമൗണ്ട് കുറഞ്ഞിട്ടായിരിക്കും. അതായത് 1,00,000 രൂപയാണെങ്കിൽ 20,000 രൂപയാണ് ഡിസ്കൗണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ബാങ്കിൽ വരുന്നത് 80,000, ഡിസ്കൗണ്ടിൽ വരുന്നത് 20,000, ഡിബഞ്ചേഴ്സിൽ വരുന്നത് 1,00,000. ഓക്കെ, ബാങ്കിലത്തത് ഡെബിറ്റ് ചെയ്യുക, ഡിസ്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക 20,000, ഡിബഞ്ചേഴ്സ് എന്ത് ചെയ്യാം, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് 20,000 ഡെബിറ്റ് ചെയ്യുക, ഡിബഞ്ചേഴ്സ് 1,00,000 ക്രെഡിറ്റ് ചെയ്യുക. പിന്നെ വെൻ ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് അറ്റ് പ്രീമിയം ആകുമ്പോൾ ബാങ്ക് അക്കൗണ്ട് 1,00,000 ആണ് എന്ത് നോമിനൽ വാല്യൂ, 20,000 ആണ് പ്രീമിയം. ഓക്കെ, അപ്പോൾ ബാങ്കിൽ ഡെബിറ്റ് ആവുന്നത് എത്രയായിരിക്കും, 1,20,000. ടു ഡിബഞ്ചറിൻ്റെ നോമിനൽ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 1,00,000. അത് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുക. ടു സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട്, പ്രീമിയം എമൗണ്ട് എന്ന് പറയുന്നത് 20,000 രൂപയാണ്. അപ്പോൾ ഈ 1,20,000 നമ്മളിവിടെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. അതെങ്ങനെയാണ് ആ ഒരു എമൗണ്ട് വന്നതെന്നുള്ളത് അത്രയേ ഉള്ളൂ കേട്ടോ, അറിയുന്നുണ്ടായിരിക്കും. പിന്നെ അപ്പോൾ നമ്മൾക്ക് ക്യാഷ് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, നിങ്ങൾക്ക് പ്രിഫറൻസ് ഷെയർസ് അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തിട്ട് നമ്മൾ ഇക്വിറ്റി ഷെയർസ് ബൈബാക്ക് ചെയ്യുന്നതിനുള്ള എമൗണ്ട് കണ്ടെത്തി കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് ഓപ്പണിംഗ് ഈ സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് ഫോർ ദി പർപ്പസ് ഓഫ് ബൈബാക്ക്. ബൈബാക്കിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് എന്ത് ചെയ്യണം, ഓപ്പൺ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രീസ് ആണ് ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട്, ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ഒരു സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് എന്ത് ചെയ്തു, ഓപ്പൺ ചെയ്തു. നെറേഷനായിട്ടും എഴുതുക, ഒരു സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് ഫോർ ദി പർപ്പസ് ഓഫ് ബൈബാക്ക്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നതാണ് ബൈബാക്ക് ഓഫ് ഷെയർസ്. അതായത് ഷെയർസ് നമ്മൾ എന്ത് ചെയ്യാണ്, ബൈബാക്ക് ചെയ്യാണ്. അങ്ങനെ ആകുമ്പോൾ എന്താകും, ഇക്വിറ്റി ഷെയർസ് ബൈബാക്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട്. അതായത് ബൈബാക്ക് ബാങ്ക് അക്കൗണ്ടിന് ഇവിടെ ക്രെഡിറ്റ് ചെയ്യാനുള്ള കാരണം എന്താ, അവർക്ക് എമൗണ്ട് നമ്മൾ എന്ത് ചെയ്തു, പേ ചെയ്തു, അതാണത്. ഇക്വിറ്റി ഷെയർസ് ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട്, ഇക്വിറ്റി ബൈബാക്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നതാണ് ക്യാൻസലേഷൻ ഓഫ് ഷെയർസ് ബൗട്ട് ബാക്ക്. അതായത് ആ ഷെയർസ് എന്ത് ചെയ്യാണ്, ക്യാൻസൽ ചെയ്യാണ്. അപ്പോൾ അത് മേ ബി പാറിലായിരിക്കും. പാറിലാണെങ്കിൽ ഇക്വിറ്റി ഷെയർസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ഇക്വിറ്റി ഷെയർസ് ബൈബാക്ക് അക്കൗണ്ട്, ഇക്വിറ്റി ഷെയർസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇക്വിറ്റി ഷെയർസ് ബൈബാക്ക് അക്കൗണ്ട്. അതല്ല ഇനി പ്രീമിയത്തിലാണ് അത് ക്യാൻസൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പ്രീമിയം നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. അതായത് കൂടുതൽ എമൗണ്ട് നമ്മൾ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. ഇക്വിറ്റി ഷെയർസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ പ്രീമിയം പേബിൾ ഓൺ ബൈബാക്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇക്വിറ്റി ഷെയർസ് ബൈബാക്ക്. അതായത് ഇക്വിറ്റി ഷെയർസ് ക്യാപിറ്റലിൽ എന്ത് വരും, നോമിനൽ വാല്യൂ. പ്രീമിയം പേബിൾ എന്ന് പറയുമ്പോൾ അഡീഷണൽ ആയിട്ട് നമ്മൾ എത്ര എമൗണ്ട് ആണോ കൊടുത്തിട്ടുള്ളത്, പ്രീമിയം എമൗണ്ട് അത് വരും. ഇക്വിറ്റി ഷെയർസ് ബൈബാക്ക്, അതായത് ടോട്ടൽ നമ്മൾ അവർക്ക് എത്ര എമൗണ്ട്, അതായത് ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്തിട്ടുള്ള എമൗണ്ട്. ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്യുക, ക്രെഡിറ്റ് ചെയ്യുക. ഡിസ്കൗണ്ടിലാണെങ്കിൽ മേ ബി കുറഞ്ഞ എമൗണ്ടിൽ, അതായത് 100 രൂപയുടെ ഷെയർസ് മേ ബി നമ്മൾ 80 രൂപയ്ക്ക് നമ്മളത് തിരികെ വാങ്ങിക്കും. അതാണ് എന്ത്, ഡിസ്കൗണ്ട്. മേ ബി അത് നമുക്ക് എന്തായിരിക്കും, പ്രോഫിറ്റബിൾ ആയിരിക്കും. അതാണ് ഇക്വിറ്റി ഷെയർസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ഇക്വിറ്റി ഷെയർസ് ബൈബാക്ക് അക്കൗണ്ട് ക്യാപിറ്റൽ റിസർവ്. അതായത് പ്രോഫിറ്റാണ് ഇവിടെ വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ റിസർവ് എന്നാണ് പറയുക. ഓക്കെ,
ഈ വേർഡ് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ക്യാപിറ്റൽ റിസർവ് ഡിസ്കൗണ്ടിനാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളതെങ്കിൽ ബൈബാക്ക് ചെയ്തിട്ടുള്ളതെങ്കിൽ അതെന്താണ്, പ്രോഫിറ്റാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്യാപിറ്റൽ റിസർവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വരുന്ന വേറൊന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്ത്, ഫ്രീ റിസർവ് ഫണ്ട് എന്നാണ് നമ്മൾ ക്യാഷ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ CRR അക്കൗണ്ടിലേക്ക് നോമിനൽ വാല്യൂ എന്ത് ചെയ്യണം, ട്രാൻസ്ഫർ ചെയ്യണം. ഇഷ്യൂ ചെയ്തിട്ട് അല്ല ക്യാഷ് കണ്ടെത്തുന്നത് എങ്കിൽ ട്രാൻസ്ഫർ ചെയ്യണം. ഫ്രീ റിസർവ്, സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട് എന്നൊക്കെ നമുക്ക് ക്യാഷ് എടുത്തിട്ട് CRR അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. CRR അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. ഒന്നുകിൽ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അല്ലാന്നുണ്ടെങ്കിൽ ഫ്രീ റിസർവ്. സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് എന്ന് എടുക്കുമ്പോൾ നമ്മൾ പ്രീമിയത്തിലാണ് അതെന്ത് ചെയ്തിട്ടുള്ളത്, ബൈബാക്ക് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് അവിടെ നിർത്തിയിട്ട് വേണം ഈ ജേണൽ എൻട്രിയിൽ നമുക്ക് ഇതെടുക്കുക. അതായത് വേറെ വല്ല റിസർവ് ഫണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് എടുത്തിട്ട് ശേഷം മാത്രം സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ നിന്ന് എടുത്താൽ മതി. ഓക്കെ, ഈ ഒരു ജേണൽ എൻട്രി എപ്പോഴാണ് വരുന്നത്, അതായത് ഇഷ്യൂ ചെയ്തിട്ടല്ല ക്യാഷ് കണ്ടെത്തിയിട്ടുള്ളത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ അങ്ങനെ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ഇത് എഴുതിയാൽ മതി. ഓക്കെ, എന്നാൽ മാത്രമാണ് CRR അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യേണ്ടത്, നോമിനൽ വാല്യൂ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഓക്കെ, അതാണ് സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട് ഓർ ഫ്രീ റിസർവ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. ഓക്കെ, നമ്മൾ അതിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. പിന്നെ ഇതവിടെ നിൽക്കട്ടെ, ഞാൻ പറഞ്ഞു ഇത് അതിൻ്റെ ഇടയിൽ വരുന്നതാണേ, അതൊന്നുമല്ല. പിന്നെ പ്രീമിയത്തിലാണ് ബൈബാക്ക് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ പ്രീമിയത്തിൻ്റെ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട് ഡെപ്റ്റർ, ജനറൽ റിസർവ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രീമിയം പേബിൾ ഓൺ ബൈബാക്ക്. ഓക്കെ, അപ്പോൾ അതോടുകൂടി എന്ത് കഴിയണം, ബൈബാക്ക് കഴിയണം. അതിനുശേഷം ബൈബാക്കിൽ എന്തെങ്കിലും എക്സ്പെൻസ് വന്നിട്ടുണ്ടെങ്കിൽ ബൈബാക്ക് എക്സ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്. പിന്നെ ബൈബാക്ക് എക്സ്പെൻസ് നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബൈബാക്ക് എക്സ്പെൻസ്. ഓക്കെ, ഇതിൻ്റെയൊക്കെ ജേണൽ എൻട്രീസ് ഞാൻ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. നോട്ട്സായിട്ട് ഞാൻ കൊടുക്കാം, ക്വസ്റ്റ്യനും ആൻസേഴ്സൊക്കെ ഞാൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ജേണൽ എൻട്രീസ് എന്ത് ചെയ്യണം, കാണാണ്ട് തന്നെ പഠിക്കണം. ഒരു പണിയില്ല പഠിക്കാൻ. ആദ്യം പ്രിഫറൻസ് ഷെയർസ് അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ക്യാഷ് കണ്ടുപിടിക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് അവർക്ക് പേയ്മെൻറ്റ് ചെയ്യുക. ക്യാൻസൽ ചെയ്യുന്നത് മേ ബി പാർലെ പ്രീമിയത്തിൽ ഡിസ്കൗണ്ടിലായേക്കാം. ഓക്കെ, അങ്ങനെ നമ്മളത് ക്യാൻസൽ ചെയ്തു. ക്യാൻസൽ ചെയ്തിട്ട് നമ്മൾ ഇഷ്യൂ ചെയ്തിട്ട് മാത്രമല്ല, അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്തിട്ടല്ല ക്യാഷ് കണ്ടെത്തുന്നതെന്നുണ്ടെങ്കിൽ CRR അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. പിന്നെ പ്രീമിയത്തിൻ്റെ എമൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. പിന്നെ ബൈബാക്ക് എക്സ്പെൻസ്. പിന്നെ ഇതിൽ വേറൊരു കാര്യം എന്താ ശ്രദ്ധിക്കാനുള്ളതെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ പറഞ്ഞു എന്ത്, ഫ്രഷ് ഇഷ്യൂ ഷെയർസ് ഇഷ്യൂ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഫ്രീ റിസർവ് എടുക്കുക. അപ്പോൾ ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് മാത്രമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ജേണൽ എൻട്രി ഇവിടെ ഇല്ല. മനസ്സിലായോ? ഈ ഒരു ജേണൽ എൻട്രി എന്തില്ല, ഇവിടെ ഇല്ല. ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് മാത്രമാണെന്നുണ്ടെങ്കിൽ ഈ 6ാമത്തെ ജേണൽ എൻട്രി ഇല്ല. തന്നെ ഫ്രീ റിസർവ് നിന്ന് മാത്രമാണ് ഫണ്ട് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ജേണൽ എൻട്രി ഇല്ല, ഇതില്ല, ഇതൊന്നുമില്ല. ഇവിടെ നിന്നാകും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഇവിടെ നിന്ന് അങ്ങ് തുടങ്ങും. ഫ്രീ റിസർവ് നിന്ന് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഫണ്ട് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ വീഡിയോ ലെങ്തി ആവുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം കേട്ടോ. നിങ്ങൾ ഈ വീഡിയോ റിപ്പീറ്റായിട്ട് മനസ്സിലാകുന്നത് വരെ കാണാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, മനസ്സിലായില്ല? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, പ്രിഫറൻസ് ഷെയർസ് അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യണം. എന്നിട്ട് നമ്മൾ എമൗണ്ട് കണ്ടുപിടിക്കണം. എന്നിട്ടൊരു സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിനുശേഷം എന്താ ചെയ്യുക, അവർക്ക് ക്യാഷ് കൊടുക്കണം. പിന്നെ അത് ക്യാൻസൽ ചെയ്യണം. ക്യാൻസൽ ചെയ്യുന്നത് മേ ബി പ്രീമിയത്തിൽ ഡിസ്കൗണ്ടിലായേക്കാം. പ്രീമിയത്തിലാണെങ്കിൽ പ്രീമിയം എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. പിന്നെ എക്സ്പെൻസ് ഉണ്ടെങ്കിൽ എഴുതണം. ഓക്കെ, അത്രേ വരുന്നുള്ളൂ. ഇനി ഫ്രീ റിസർവ് മാത്രം നമ്മൾ ഫണ്ട് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇഷ്യൂ ചെയ്യേണ്ട ജേണൽ എൻട്രീസ് ഒന്നുമില്ല. ഇതില്ല, അതുപോലെ തന്നെ ഇതും ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് മുതൽ ജേണൽ എൻട്രി ചെയ്ത് തുടങ്ങുക. അങ്ങനെ ഒരു ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. പിന്നെ എന്ത് ചെയ്തു, ബൈബാക്ക് ഓഫ് ഷെയർസ് നമ്മൾ അവർക്ക് എന്ത് ചെയ്യാണ്, പേയ്മെൻറ്റ് ചെയ്യുകയാണ്. പിന്നെ അത് ക്യാൻസൽ ചെയ്യാണ്. ക്യാൻസൽ ചെയ്യുന്നത് മേ ബി പ്രീമിയത്തിൽ ഡിസ്കൗണ്ടിലായേക്കാം. ഓക്കെ, അതുപോലെ തന്നെ പിന്നെ എന്താണ്, ഫ്രീ റിസർവ് ഫണ്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം,
ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം, എമൗണ്ട് നോമിനൽ വാല്യൂയുടെ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ട്രാൻസ്ഫർ ചെയ്യണം. ആ ട്രാൻസ്ഫർ ചെയ്യുന്നത് മേ ബി സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട് നടക്കാം, അല്ലെങ്കിൽ ഫ്രീ റിസർവ് നടക്കാം. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഓക്കെ, എന്നെടുത്തിട്ട് നമ്മൾ അതിലോട്ട് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം പിന്നെയാണ് ഇവിടെ പറയുന്നത് എന്ത്, പ്രീമിയത്തിലാണ് ക്യാൻസൽ ചെയ്തത് എന്നുണ്ടെങ്കിൽ പ്രീമിയത്തിൻ്റെ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യുക, പിന്നെ എക്സ്പെൻസ് വരികയാണെങ്കിൽ ബൈ ബാക്ക് എക്സ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്, പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബൈ ബാക്ക് എക്സ്പെൻസ്. ഇനി അതല്ല, ഇത് രണ്ടും കൂടിയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ, ഇത് ഈ പറഞ്ഞ ഫ്രീ റിസർവും അതുപോലെ തന്നെ ഫ്രഷ് ഇഷ്യൂ ഷെയർസും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ജേണൽ എൻട്രിയാണ് ഫോളോ ചെയ്യേണ്ടത്. ഇത് എഴുതുക ആദ്യം, അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുക, അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുക. എന്നിട്ട് ഓപ്പണിങ് സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട്, അവർക്ക് ക്യാഷ് കൊടുക്കുക, പിന്നെ അത് ക്യാൻസൽ ചെയ്യുക. എന്നിട്ട് CRR അക്കൗണ്ടിലോട്ട് എത്രയാണോ ഫ്രീ റിസർവ് എടുത്തിട്ടുള്ളത് ആ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ട്രാൻസ്ഫർ ചെയ്യുക. പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രീമിയം അഡ്ജസ്റ്റ് ചെയ്യുക, പിന്നെ ബൈ ബാക്ക് എക്സ്പെൻസ്. ഇത് മേ ബി ചിലപ്പോഴേ വരുള്ളൂ കേട്ടോ, ഈ 2 ജേണൽ എൻട്രി എക്സ്പെൻസിൻ്റെ കേസ്. ബാക്കിയൊക്കെ നമുക്ക് എപ്പോഴും പ്രതീക്ഷിക്കാം. ഓക്കെ, എനി ഡൗട്ട്സ് കമൻറ്റ് ചെയ്യുക. നോട്ട്സ് ഞാൻ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്യും. ടെലഗ്രാമിൻ്റെ ലിങ്ക് നിങ്ങളെൻ്റെ ചാനൽ ക്ലിക്ക് ചെയ്താൽ, ചാനലിൻ്റെ താഴെ DPക്ക് താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.